ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ മാസം നടന്നു. പക്ഷെ ആരും അറിയാത്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിഷമം ഇവിടെ ആരും തിരിച്ചറിഞ്ഞില്ല. ഉള്ള എല്ലാ പടങ്ങളും റിലീസിൻ്റെ അന്ന് വഴിപാട് പോലെ പോയി കണ്ട്, എല്ലാ അപരാധ പടങ്ങളും പോയി കണ്ട് അതിനൊക്കെ പോസിറ്റീവ് റിവ്യൂ ഇട്ട് കടുത്ത ലാലേട്ടൻ ഫാനായ ഒരാൾ പക്ഷേ ലാലേട്ടൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച പടമായിട്ടുള്ള തുടരും മാത്രം കാണാൻ പറ്റാതെ അദ്ദേഹം ജയിലിനകത്തായിരുന്നു. ആ പിഞ്ച് മനസ്സിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്നെ തുടരും രാവിലെ കാണാൻ പറ്റാത്തവർ ഇത്രയും വലിയ റിവ്യൂ കേട്ടിട്ട് വൈകുന്നേരം വരെ കാത്തിരിക്കണം. ദൈവമേ, ഇതൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലും. ആ മനുഷ്യൻ ഇത്രയും ദിവസം ജയിലിൽ ഈ പടം കാണാൻ പറ്റാതെ ഇത്രയും പോസിറ്റീവ് റെസ്പോൺസും വന്നിട്ട് അങ്ങേരെ ഒരു അവസ്ഥ. ആ മനുഷ്യനെ ആരും മനസ്സിലാക്കുന്നില്ല. ആ മനുഷ്യന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനിന്ന് ലുലു മാളിൽ നടന്ന് റിവ്യൂ ചെയ്യാണ് ആ മനുഷ്യനെ പോലെ, ആറാട്ടണ്ണനെ പോലെ. കാരണം ആറാന്നല്ലേ, ഇവിടെ ഫൈനൽ ഡെസ്റ്റിനേഷന് 11:55 ഷോ ആയിട്ട് ലുലുവിൽ. അപ്പോൾ പിന്നെ എനിക്കിനിപ്പോൾ പോയിട്ട് വെളുപ്പാങ്കാലത്തൊന്നും പോയിരുന്നു ഷൂട്ട് ചെയ്യാനൊന്നും വയ്യ. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ അങ്ങ് നടക്കട്ടെന്ന് വിചാരിച്ച്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻ 6ാമത്തെ പടമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഈ ഫ്രാഞ്ചൈസി പടം വരുമ്പോഴേ, ഈ ഫ്രാഞ്ചൈസി പടങ്ങളെടുത്ത് പൊതുവേ ആദ്യത്തെ 1-2 നല്ലതായിരിക്കും. പിന്നെ അതേ ടെംപ്ലേറ്റ് എടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുറേ സീനുകൾ അതിൻ്റെ റിപ്ലിക്കായിട്ടൊക്കെ ഇടുന്ന പടങ്ങളെടുത്ത് പൊതുവേ എനിക്ക് താല്പര്യക്കുറവുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിൽ നമ്മളതിൻ്റെ കഥയും കുഴപ്പമൊന്നുമല്ലല്ലോ നോക്കുന്നത്. അതിൽ ഒരാൾ ഒരു സ്വപ്നം കാണുന്നു, അതുപോലെ സംഭവിക്കുമെന്ന് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതുപോലെ സംഭവിക്കും കാണുമ്പോൾ ഒരു ത്രില്ല് പരിപാടികളൊക്കെ ഉണ്ട്. പല ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻസ് തിരിച്ചും മറിച്ചും വന്നു പോകുന്നു. രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടം കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ബാക്കി 5 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ആക്സിഡൻസ് മാത്രം ഓർമ്മയുണ്ട്. അതൊക്കെ എവിടെയാണെന്നുള്ളതെന്ന് ഓർമ്മയില്ല. ഒരു ഫ്ലൈറ്റ് ഇടിഞ്ഞ് വീണത്, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നടക്കുന്ന ഒരു അപകടം, അതുപോലെ പിന്നെന്തൊരു ബ്രിഡ്ജ് ഇടിഞ്ഞ് വീണത്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇറങ്ങിയ പടത്തിലാണെന്ന്. ബ്രിഡ്ജ് ഇടിഞ്ഞ് വീണത്, ഇങ്ങനെ കുറേ സാധനങ്ങൾ മനസ്സിലുണ്ട്. പക്ഷേ ഏറ്റവും നമ്മൾ ഹഠാത് ആകർഷിച്ച ഒരു സാധനം എന്ന് പറയുന്നത് ഈ ലോറയിൽ തടിയേറ്റിക്കൊണ്ട് പോകുമ്പം ഈ സാമാനം ഇടിച്ചു പൊളിച്ച് വീണ സീനാണ്. അത് കണ്ടതിന് ശേഷം നമ്മൾ റോഡിൽ കൂടി ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ തന്നെ ദൈവമേ ഇതെങ്ങാനും ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴുമോ എന്നുള്ളൊരു ഭയത്തോടെ കണ്ടിരുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഫ്രണ്ടിൽ ഈ സാമാനം, ദൈവമേ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അങ്ങനെ പേടിക്കാത്ത, എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം നേരിട്ട് വരുമ്പോൾ പേടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ മറക്കാത്ത ഓർമ്മ. ഇത് 6ാമത്തെ പടം. ഇതിൽ വരുമ്പോൾ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്, എൻ്റെ പേര് കാണാതെ അറിഞ്ഞൂടെ, നോക്കി പറയാം, സാക് ലിപ്പോവ്സ്കി, ആഡം സ്റ്റെയിൻ, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് ജോൺ വാട്സ്. അങ്ങേര് മറ്റേ സ്പൈഡർമാൻ്റെ കുറേ പടങ്ങളുണ്ടല്ലോ, എന്തായാലും നോവേ ഹോം അല്ലല്ലോ, ഇതൊരു എന്തോ പറയണം. ഞാൻ ഈ മാർവലിൻ്റെ കോപ്പൊന്നും കാണാത്തൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ 2 പേരുണ്ട്. സ്ക്രീൻ പ്ലേ വേറെ ആരൊക്കെയാണ്, ഇവരെ പേരൊന്നും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കൊള്ളൂല. ഇതിൽ ചിലപ്പം ഭയങ്കര ഈ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഒരുപാട് കാണുന്നവർക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്ക് പൊതുവേ ഈ ഇംഗ്ലീഷ് പടം കണ്ടിട്ട് അവന്മാരൊന്നും മുഖം അങ്ങ് രജിസ്റ്റർ ചെയ്യൂടെ, പേരും പഠിച്ച് വയ്ക്കാനൊന്നുമില്ല. കുറേ പേരെയൊക്കെ നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പം മറ്റേ ജോൺ വിക്കിലുള്ള മറ്റേ ഇത് ചൈനക്കാരെ സൂപ്പറായതെന്ന് പറഞ്ഞാൽ ആ ചൈനക്കാരെ മറ്റേ IP മേലിലുള്ളായിരുന്നു. എനിക്കറിഞ്ഞൂടായിരുന്നു, കുറേ ഊക്കും കിട്ടിയായിരുന്നപ്പോൾ. അതുപോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് ടോണി ടോഡുണ്ട്. ഈ ടോണി ടോഡ് എന്ന് പറഞ്ഞാൽ കുറേ ഹൊറർ പടത്തിൽ വന്നിട്ടുള്ള ആളാണ്. പുള്ളിക്കാരന് ക്യാൻസർ ആയിരുന്നു. പുള്ളിക്കാരൻ മരണപ്പെടാൻ പോകുന്നു എന്നുള്ളത് പുള്ളി അറിയാം. പുള്ളി ക്യാൻസറാണ്, ഇനി ഇല്ലയെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞ ഒരു ആഗ്രഹമാണ് എൻ്റെ അവസാനത്തെ പടം ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിരിക്കണം. ഇതിന് മുമ്പത്തെ പടത്തിലൊക്കെ പുള്ളി ഉണ്ട്. പുള്ളി കഴിഞ്ഞ വർഷം മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പടത്തിലേക്ക് ഒന്ന് അഭിനയിച്ചിട്ടുണ്ട്. ട്രെയിലറിലൊക്കെ കണ്ടതാണ് പുള്ളിയെ. പുള്ളിക്കാരൻ എന്താണ് ഇതിൽ ചെയ്യുന്നതെന്ന് കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആകാംക്ഷയുണ്ട്. കാരണം ഞാനിതുവരെ പടം കണ്ടിട്ടില്ല, പടം തുടക്കാൻ പോണതേ ഉള്ളൂ. ബാക്കി ഞാൻ കണ്ടിട്ടു എന്ന് പറയാം. ടോണി ടോഡ്, വില്യം ബട്ട്സ്വർത്ത്, അങ്ങനെ കുറച്ച് സീനുണ്ട് കേട്ടോ. ഒരു 4th വാൾ ബ്രേക്കിംഗ് പരിപാടിയാണ്. അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം അഡ്മിറ്റ് ചെയ്ത് എനിക്കിനി കുറച്ച് കാലം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ പാഷൻ അനുസരിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് അങ്ങോട്ട് പോവുക, അതിലൊരു മെസ്സേജ് കൊടുക്കുക. ആ സീൻ ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. പുള്ളിയുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് പുള്ളി ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് പുള്ളി പറയുന്ന മെസ്സേജ് സിനിമയിലൊരു ക്യാരക്ടറുമായിട്ട് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത രീതി, അതെനിക്ക് തോന്നുന്നത് അവിടെ പുള്ളി അറിയാമെന്നുള്ള ഈ സിനിമകൾ അവിടെ ആ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഭയങ്കര കയ്യടി കിട്ടുന്ന ഒരു സീനായിരുന്നു. ഇവിടെ കയ്യടിയൊന്നും ഇല്ലായിരുന്നു, ആർക്ക് സംഭവം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. പുള്ളി ക്യാൻസറായിരുന്നു, പുള്ളി മരിക്കാൻ പോകുന്നെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. പുള്ളിയുടെ അവസാനത്തെ ആഗ്രഹം ഈ പടത്തിൽ അഭിനയിക്കണമെന്നായിരുന്നു. അതിനനുസരിച്ച് ഒരു ക്യാരക്ടർ നേരത്തെ ഉള്ള അത് തന്നെയാണ് ഈ ഫ്രാഞ്ചൈസിയിൽ. കൊള്ളായിരുന്നു. പിന്നെ ഈ സിനിമയിൽ നമ്മൾ എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ ഒരു മീം ഞാൻ കണ്ടിട്ടുണ്ട്.
ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ എവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ തൊലി ഇങ്ങനെ ഇളവിയിരിക്കുമല്ല, ഈ തൊലി ഇങ്ങനെ വലിക്കുമ്പോഴേക്കും ഈ തൊലി അങ്ങ് നീണ്ടു പോയിട്ട് ഈ ഇളവ് ഇങ്ങനെ കീറിപ്പോണ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ സീനുകൾ ഈ പടത്തിലുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കാം, അതിൻ്റെ വയലൻസിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ്, വയലൻസ് ചെയ്തിരിക്കുന്ന സീനുകളുടെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പം ഇത് മറ്റ് പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. ഡാർക്ക് ഹ്യൂമർ ചെയ്തു വന്നപ്പോഴേക്കും എനിക്ക് പലയിടത്തും ഇത് ബാക്കിയുള്ള മറ്റേ പഴയ ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ സ്പൂഫ് അടിച്ച് വെച്ചിരിക്കും പോലെ പലയിടത്തും തോന്നി. കാരണം ഇത് നമ്മൾ ഇതിലൊരു ചെയിൻ ഓഫ് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്, അത് ഫോഴ്സിലാണ് പലയിടത്തും, നാച്ചുറലി ഇങ്ങനെ സംഭവിക്കില്ല. ഇത് ചാമാൻ വേണ്ടി കണക്കാക്കി ചാമാൻ കിടക്കുന്ന പോലത്തെ എന്നെ ഒന്ന് കൊന്നതായോ എന്ന് വിളിച്ച് നടക്കും പോലെ കുറേ കഥാപാത്രങ്ങളാണ്. അവരുടെ മരണങ്ങളും പലതും അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ആ സമയത്ത് പോലും നമുക്കത് എന്താവും, എങ്ങനെ മരിക്കും എന്നുള്ള ഒരു സീറ്റടിച്ച് ടെൻഷൻ ഉണ്ടാവണമല്ലോ. ഈ സമയത്ത് കോമഡി കൊണ്ടിടുമ്പോഴേക്കും ആ ഫ്ലോ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള കഥാപാത്രങ്ങളുമായിട്ട് യാതൊരു ഇമോഷണൽ കണക്ഷനും ഇല്ല. യവന്മാരെപ്പോൾ ചാവുമെന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചായിട്ട് ആ ഒരു മൂടായി. കാരണം ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, ഒരു സ്പൂഫ് മൂടായി. ഇവന്മാരെപ്പോൾ ചാവും എന്നുള്ള, അല്ലാതെ ഇവർ ചാവും, ഇവർ രക്ഷപ്പെടും, ഇവരൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നൊരു സാധനമില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ തുടക്കത്തിൽ ഒരു നായ കഥാപാത്രമുണ്ട്, ഒരു ദുരന്തം പറച്ചിലിൻ്റെ ഒരു റാണി. എവളെ കൊണ്ടുവന്ന് ഈ ജീവിക്കാൻ വേണ്ടി നടക്കണവനെ കൂടി എവൾ ബ്രില്യൻസ് ആയിട്ട് ഒരുപാട് കാര്യം ബുദ്ധിപരമായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് പറയണ പല കാര്യങ്ങളും മണ്ടത്തരങ്ങളാണ്. എവൾ കാരണം ഓരത്തന്മാരെ പോയി ചാവും, അങ്ങനത്തെ ഒരു പരിപാടി. കഥയിൽ കൂടുതലായിട്ട് ഞാൻ കിടക്കുന്നില്ല. കഥ തന്നെ ഒരു മലങ്കൾട്ട് കഥ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ചിന്തിച്ച് കുറേ സാധനങ്ങളൊക്കെ, ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു കേസ്, അതുപോലെ വിരളിൻ്റെ ഒരു ഞാൻ കൂടുതലൊന്നും പറയില്ല. അങ്ങനത്തെ കുറച്ച് സീനുകൾ കാണാൻ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം കുറേ നേരം ഇത്തിരി സ്ലോ ആയിൽ കഴിഞ്ഞും കുറേ ക്രിഞ്ച് പരിപാടികളൊക്കെ ആയിട്ട് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഞാൻ സ്പൂഫായിട്ടും അങ്ങനെ അവർ ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരിക്കണം. അങ്ങനെ കണ്ടപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഓക്കെ ആയിട്ട് കുറേ സീനുകൾ നമുക്ക് ലാഗൊന്നും അടിക്കാതെ അങ്ങ് മുന്നോട്ട് പോയതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിലെ കോമഡീസ് ഞാൻ പറഞ്ഞില്ലേ, കോമഡീസ് വർക്കൗട്ട് ആവുന്നുണ്ട്, ഡാർക്ക് ഹ്യൂമർ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷേ അത് ഈ സിനിമയ്ക്ക് ചേരുന്നതാണോ എന്നുള്ളതാണ്. ചിലപ്പം നമ്മൾ മറ്റേ സിനിമ കണ്ട് ശീലിച്ചത് കൊണ്ടായിരിക്കും. ഒരു പ്രത്യേകിച്ച് ഒരുത്ത ടാറ്റു അടിക്കുന്ന ഒരുത്തുണ്ട്, ഒരു അച്ഛൻ്റെ ടാറ്റു അടിക്കണം, അവ കുറേ ചിരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇതിൽ CGI വർക്കടേ, നമ്മളിപ്പോൾ ഇന്ത്യൻ പടമൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ CGI വർക്കൊക്കെ ഉള്ള, പക്ഷേ ഒരു ഇംഗ്ലീഷ് പടം വെച്ച് നോക്കുമ്പോൾ പലയിടത്തും ഭയങ്കര ശോകമായിരുന്നു. തീട്ടമാരി അറിഞ്ഞ പോലെയാണ് പല CGI VFX ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചില മരണങ്ങളൊന്നും യാതൊരു ലോജിക്കും ഇല്ല. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ ചിന്തിച്ച് പോകും. അത് ഞാൻ പറഞ്ഞില്ലേ, ഫോഴ്സ്ഡ് ആയിരുന്നു പലതും. ഇങ്ങനെയൊക്കെ ഒന്നും ഒരു മനുഷ്യത്തിൽ ഒരു മനുഷ്യൻ 2 വർഷത്തിൽ ജീവിക്കുള്ളൂ, എങ്ങനെയെങ്കിലും ഒരു മനുഷ്യൻ ചാവും എന്നുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാൻ. വേണമെങ്കിൽ പോയി കാണും, മറ്റു പടങ്ങളെ കണ്ടിട്ടുള്ളവർക്ക് പോയി കാണും. എനിക്ക് ഒരു രസമുണ്ടായിരുന്നു പടം കാണാൻ. എന്തരാ വരട്ടെ.